നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്, കൈരളി ന്യൂസിന്റെ പ്രത്യേക സ്റ്റുഡിയോയിലേക്ക് അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേർത്തേട്ട, വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥി ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട്. ആ അതിഥി അല്പം മുമ്പ് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യമായി MLA ആയപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ വെച്ച് ഒരു 8ാം ക്ലാസ്സുകാരിയുടെ കഥ വായിച്ച അനുഭവം പങ്കുവെച്ച് കൊല്ലത്തുകാരോട് സംസാരിച്ച ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ അതിഥി കഥ പറഞ്ഞ് സംസാരിക്കുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളാണെന്ന് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം മനസ്സിലായതുകൂടിയാണ്. മറ്റാരുമല്ല, കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ബഹുമാന്യനായ ശ്രീ K. രാജനാണ്. കൈരളിയുടെ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റുഡിയോയാണ് മിനിസ്റ്റർ. ഇത് അവിടെയാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. വീണ്ടും എന്ന് പറയുമ്പോൾ നവകേരള സദസ്സിൻ്റെ യാത്രക്കിടയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. ഒരുപാട് വീഡിയോകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. കവിക്ക് അറിയുന്നതല്ല, ഒരു ഘട്ടത്തിൽ കൈരളി ന്യൂസിന് വേണ്ടി അദ്ദേഹം മന്ത്രി സജി ചെറിയാനോടല്ലേ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നന്നായി പോയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത്, ഇവിടെ ഉദ്ഘാടന വേദിയിൽ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് കുട്ടികളോട് സംസാരിച്ചത്. ഞാനതാണ് ശ്രദ്ധിച്ചത്. ശരത്തും കാവ്യം പറഞ്ഞതിലൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ കലോത്സവത്തിന് വരുമ്പോൾ മറ്റെല്ലാത്തിനും വരുന്ന പോലെയല്ല. മറ്റെല്ലാത്തിനും വരുമ്പോൾ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലേബൽ. ഇവിടെ വരുമ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും തുടർച്ചയായി 2 തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പോയി സമ്മാനം കിട്ടിയിട്ടൊരു കുട്ടിയായിട്ട് മാറും. ഒരു മാനസികാവസ്ഥയുടെ സമ്മാനം ലഭിച്ച ഐറ്റത്തിന്റെ വിശദാംശങ്ങൾ പ്രസംഗമായിരുന്നു. പ്രസംഗ മത്സരത്തിന് പോയി നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 5 മിനിറ്റ് മുമ്പാണ് വിഷയം തരിക. 5 മിനിറ്റാണ് സംസാരിക്കാനുള്ള നേരം. അപ്പം നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരും പലതിനോടും. ചിലത് അറിയുന്ന വിഷയമായിരിക്കും നല്ലതുപോലെ, പക്ഷെ അത് 5 മിനിറ്റിൽ ചുരുക്കണം. ചിലത് അത്ര പിടിയില്ലാത്ത വിഷയമാവും, 5 മിനിറ്റ് വരെ നീളണം. 4 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലുണ്ട്. ആ ബെല്ല് വരുന്നതാണ് നമ്മുടെ ഒരു ടെൻഷൻ. പിന്നെ 1 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞതിനെ എല്ലാം ചുരുക്കി അങ്ങ് അവതരിപ്പിക്കണം. അപ്പോൾ സ്കൂൾ, ജില്ലാ റവന്യൂ, സംസ്ഥാനം, ഇത് നമ്മുടെ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എപ്പോഴും മധുരിക്കുന്ന ഒരു ഗൃഹാതുരത്വം കൂടിയുള്ള ഒരു ഓർമ്മയാണെന്നുള്ളതാണ്. അതായത് ഈ പ്രസംഗ മത്സര രംഗത്ത് എതിരാളിയായി വന്ന് പിന്നീട് പൊതുരംഗത്തോ ഒക്കെ ഓർമ്മയിലേക്ക് വരുന്ന നിലയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഇന്ന്? ഒരുപാട് ആളുകളുണ്ട്. കോളേജ് രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ അശ്വമേധം പ്രദീപ് സ്ഥിരമായി കോളേജ് കാലത്തെ എതിരാളിയായിരുന്നു. 1-2 സമ്മാനങ്ങൾ മാറി മാറി മേടിച്ചുകൊണ്ടിരുന്ന ഒരു എതിരാളിയായിരുന്നു. പലപ്പോഴും കാണുമ്പോൾ പ്രദീപുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുക ആ ഓർമ്മകളായിരിക്കും. നെഹ്റു അവാർഡ്, പിന്നെ ഇന്റലക്ച്വൽ ജയന്റ് അവാർഡ്, ഇങ്ങനെ തുടങ്ങുന്ന പ്രസംഗ മത്സരാനുഭവങ്ങളാണ് പ്രദീപമായിട്ട് പലപ്പോഴും പങ്കുവയ്ക്കുക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ MP ആയിട്ടുള്ള സന്തോഷ്, ഞങ്ങളുടെ തന്നെ സന്തോഷ് കുമാർ MP, സ്ഥിരമായി സോണൽ കലോത്സവങ്ങളിലൊക്കെ മത്സരിച്ചിരുന്ന ആളുകളാണ്. അതൊരു കാലത്ത് ആവേശമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം ഇത്തരം ചില സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മനസ്സിലുള്ള ഒരു സർഗാത്മകതയെ വിടർത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം. എഴുത്തു മത്സരങ്ങൾ, കഥാകവിത, കഥാപ്രസംഗം, ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളിൽ പോകുന്ന ഞാൻ ഇത്തവണ നമ്മൾ പിന്നെ ശരത്തുണ്ടായിരുന്നു പ്രഭാത ഭക്ഷണ യോഗങ്ങളിൽ ഞാൻ കണ്ട് സന്തോഷിച്ചൊരു കാര്യം, വസന്തേട്ടൻ സാംബശിവൻ്റെ മകൻ കൊല്ലത്ത് വെച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ കഥാപ്രസംഗാവതരണത്തിൻ്റെ 100ാം വർഷമാണ് 2024. അപ്പോൾ വസന്തേട്ടൻ എൻ്റെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ 100ാം വർഷം ആഘോഷിക്കാൻ ഇത്തവണ ബഡ്ജറ്റിലൊരു അവസരം തരണം എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 100 കഥകൾ കേരളത്തിൽ അവതരിപ്പിക്കാനുള്ള അതൊരു പഴയ ഓർമ്മയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി ഗംഭീരമായിട്ട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് അത് ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ധനകാര്യമന്ത്രി അത് കുറിച്ചെടുത്ത് കാണും. ധനകാര്യമന്ത്രി നേരെ പിന്നിൽ ഓട്ടക്കണ്ണിട്ട് തന്നെ നോക്കി. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രി വളരെ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥി നേതാവായതുകൊണ്ട് ഇതൊക്കെ നല്ലതുപോലെ ഉൾക്കൊള്ളാൻ കഴിയും. അതിനൊക്കെ വലിയ സപ്പോർട്ടാണുള്ളത്. കേന്ദ്രം ഇങ്ങനെ കഴുത്തിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളത് വെച്ച് 5000 പേർക്ക് അഞ്ചപ്പം കൊണ്ട് വീതിക്കുന്നതിൽ ധനകാര്യ വകുപ്പ് മന്ത്രി മിടുക്കനാണ്. രാവിലെ ശിവൻകുട്ടി മിനിസ്റ്റർ അത് പറഞ്ഞു. ഈ കലോത്സവം മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള വലിയ പിന്തുണ ധനകാര്യമന്ത്രി നൽകുന്നു, ധനപരമായ വലിയ പിന്തുണ വകുപ്പ് നൽകുന്നു എന്ന് പറയുകയുണ്ടായി. ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തവണ ചെയർമാൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല സാന്നിധ്യം ഉണ്ടാകും. അത് വലിയ ഗുണകരവുമായിരിക്കും. കവി, നമുക്ക് മന്ത്രിയുടെ അടുത്ത് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത കലോത്സവ അനുഭവം എനിക്കൊരു കാര്യം ചെറുതായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ നവകേരള സദസ്സിന്റെ വേദികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജനപ്രിയമായി പ്രസംഗിക്കുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു മിനിസ്റ്റർ. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സാധനം, അത് നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ കഥകളിലൂടെ പ്രസംഗിക്കുന്ന ആ ഒരു ശൈലി. അപ്പോൾ ഈ സ്കൂൾ കലോത്സവ വേദികൾ മിനിസ്റ്ററുടെ ആ ഒരു ശൈലിക്ക് വലിയ തോതിൽ പ്രചോദനമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതൊക്കെ സാധാരണ നിലയിൽ ആ കാലത്തെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു.
നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പ്രസംഗം മാത്രമല്ല, അതൊരു മത്സരമാകുമ്പോൾ ഇത്തവണ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ 62ാമത് സ്കൂൾ യുവജനോത്സവത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന കാര്യം കൈരളിയുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുകയാണ്. സാധാരണ നിലയിൽ എല്ലാ കലോത്സവങ്ങൾക്കും ഒരു ഒരു പിന്നെ അവതരണ ഗാനത്തിൻ്റെ പകിട്ടുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുക. ഈ കൊല്ലത്തിനൊരു പാരമ്പര്യമുണ്ട്. കൊല്ലത്തെ ചവറയിലാണ് ആദ്യത്തെ രംഗം മാറ്റുന്നുള്ള നാടകത്തിൻ്റെ അവതരണ വേദിയായത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. യഥാർത്ഥത്തിൽ സാധാരണ അതുവരെ കിന്നരി തലപ്പാവ് വെച്ച് ഒരു രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ട് ഒരു തമിഴ് ഗാനം പാടി അദ്ദേഹം ഉടവാൾ ഊരി കാണിച്ച് അങ്ങനെയാണ് നാടകം ആരംഭിക്കുക. കൊല്ലത്തെ ചവറയിലെ നാടക കൊട്ടകയിൽ പരമപിള്ള എന്ന സകല സ്വാത്വികനായ ഒരു മനുഷ്യൻ മുഷിഞ്ഞൊരു വസ്ത്രം ധരിച്ച് ഷർട്ടിടാതെ ഒരു ഓലക്കുടിയും പിടിച്ച് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മാറിയപ്പോൾ സംസ്ഥാനത്തെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റാനുള്ള പരിവർത്തനത്തിൽ നാടകപ്രസ്ഥാനം കലാപ്രസ്ഥാനം വഹിച്ച വലിയൊരു പങ്ക് ചവറയിൽ നിന്നാണ് ആരംഭിച്ചത്. കൊല്ലത്ത് 62ാമത് കലോത്സവം നടക്കുമ്പോൾ അവതരണ ഗാനത്തിൻ്റെ പകിട്ടിനേക്കാൾ അതിനു മുമ്പ് അവതരിപ്പിച്ചത് കാസർകോട്ടെ ആദിവാസി ഗോത്രത്തിൽ നിന്നുള്ള കുട്ടികളുടെ മംഗലംകളിയാണ്. അതിനെ എത്രമാത്രം ആളുകൾ എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ വികാര നിർഭരനായി പോയി ഞങ്ങളെല്ലാവരും. കാരണം അത്ര വലിയ ഒരു സംഭവം ഉണ്ടായി. എന്ന് മാത്രമല്ല, ശരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കൂ. മുഖ്യമന്ത്രി പറഞ്ഞു, ഇനി മുതൽ മംഗലംകളി എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, മംഗലംകളി ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ കലാരൂപങ്ങൾക്ക് പൊതുവേദിയിൽ അവസരമുണ്ടാകും. ഇതാണ് നവകേരളം. നവകേരളം എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സാംസ്കാരിക അനുഭവങ്ങളെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നെറുകയിലേക്ക് കൊണ്ടുവരും. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിന് എന്തൊരു കയ്യടിയായിരുന്നു ആ കുട്ടികൾ. ഞാനിത് കഴിഞ്ഞിട്ട് മംഗലംകളി അവതരിപ്പിച്ച കുട്ടികളെ കണ്ടു. അവർ സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. ഞങ്ങൾ അവതരിപ്പിച്ചൊരു കലാരൂപത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 63ാമത് കലോത്സവം മുതൽ ഇനി ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സാംസ്കാരിക അടയാളങ്ങളെ രേഖപ്പെടുത്താവുന്ന ഒരു കലോത്സവമായി മാറ്റും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. 37 ദിവസം 5 പ്രസംഗം മുഖ്യമന്ത്രിയുടെ കേട്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പ്രസംഗത്തിന് കേരളം മുഴുവൻ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു അനുഭവമായി മുഖ്യമന്ത്രിയോട് പ്രത്യേക നന്ദി അറിയിക്കേണ്ടതുണ്ട് കലാകേരളം മുഴുവൻ. അല്ല, അതാണ് അതിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്ന ഒരു നൽകുന്ന പ്രചോദനം. അത് ഇപ്പോൾ ശ്രീ രാജൻ അത് ഏറ്റെടുത്ത് കൂടുതൽ സ്ഫുടം ചെയ്ത് കുറേ കൂടി ശക്തമായി പൊതുസമൂഹത്തിന് മുമ്പാകെ വെക്കുകയാണ്. അത് പൊതു പരിപാടികളിലെ ഒരു ഇനമായി അത് മാറുന്നു എന്നുള്ളതാണ്. അത് ഇനമായി അത് മാറുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു നന്മ അറിയേണ്ടത് അതിലാണ്. വളരെ മനോഹരമായി ആശാചരത്തിനെ പോലെ ഒരു സിനിമാ താരം അവതരിപ്പിക്കുന്ന നൃത്തരൂപത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ നാട്ടുഭാഷയിൽ ഒരു പണത്തൂക്കം അതുക്കും മേലെ എന്ന പാലക്കാട്ടുകാരുടെ പ്രയോഗം പോലെ അതിനു മുമ്പ് വന്നു മംഗലംകളി. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അത് കണ്ടു. മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാനൊരു അവസരം ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഒരു മഹാ ഉത്സവത്തെ എങ്ങനെ കാണുന്നു? ആർക്കു വേണ്ടിയാണ് ഈ സർക്കാർ നിൽക്കുന്നത്? ആരുടെ താല്പര്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ്. മനസ്സിലാക്കിയ ജനങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അത് കുറേ കൂടി അതിൻ്റെ ഒരു ഉൾക്കാഴ്ച പകർന്നു നൽകാൻ കൂടിയാണ് മന്ത്രി ഈ സാധ്യത ഉപയോഗിച്ചത്. അത് വളരെ പ്രസക്തവുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനകീയ സാംസ്കാരിക അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കലാമേളയുടെ അല്ലെങ്കിൽ കലകളുടെ ഒന്നാണ് നാടകം. ജനകീയ നാടകം, അതുപോലെ ജനകീയമായിട്ടുള്ള കഥാപ്രസംഗം, ഇതിൻ്റെ ഈറ്റില്ലമായ കൊല്ലം. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെ കുറിച്ച് പറയുമ്പോൾ KPSC പോലും കായംകുളം ആണെങ്കിൽ പോലും ഈ ഒരു ധാരയുടെ തുടർച്ചയിൽ പടർന്നു കിടക്കുന്നൊരു പ്രദേശമാണ്. തോപ്പിൽ ഭാസിയും അതെല്ലാം അടങ്ങുന്ന, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും അതെല്ലാം പരാമർശിക്കപ്പെട്ടു. സാംസ്കാരിക അടയാളങ്ങൾ ഒരുപാടാണ്. മഹത്തരങ്ങളായിട്ടുള്ള കൃതികൾ, മഹാന്മാരായിട്ടുള്ള എഴുത്തുകാർ, ഇതെല്ലാം അടങ്ങുന്ന ശ്രീ ONV കുറുപ്പിനെ പോലുള്ള വലിയ കവികൾ ഒക്കെ വരുന്നൊരു കൊല്ലത്തിൻ്റെ മണ്ണ്. ഞാൻ വീണ്ടും പക്ഷേ പ്രസംഗത്തിലേക്ക് പോവുകയാണ്. ഈ പ്രസംഗം അതിന് ഈ പറഞ്ഞ നമ്മുടെ കലാമേള വലിയൊരു തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ പ്രസംഗം ഒരു ഹരമായി മാറുന്നത് എങ്ങനെയാണ് മന്ത്രി രാജന്? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലൊക്കെ ഈ പ്രസംഗത്തെ കുറേ കൂടി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഓരോ സദസ്സിനും അനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ വരും. വിപുലമായ വായനയാണ്, വൊക്കാബുലറിയാണ് ഏറ്റവും പ്രധാനം സംസാരിക്കാൻ. എഴുതുന്നത് പോലെ എളുപ്പമല്ല പ്രസംഗം. ഇപ്പോൾ കൈരളി ചിലപ്പോൾ ഇത് ലൈവായിരിക്കും, തിരിച്ചെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എഴുതുന്നത് പലതവണ വെട്ടാം. ഒരു സർക്കുലർ എഴുതുമ്പോൾ പോലും ഞാൻ AISFൻ്റെയും AIVFൻ്റെയും ഒക്കെ സംസ്ഥാന സെക്രട്ടറി പദം വരെ സെക്രട്ടറിമാരായിരിക്കുന്നവർക്കുള്ള ചില ചുമതലകളുണ്ട്. എഴുത്ത്, സർക്കുലർ, അതിൻ്റെ പ്രഖ്യാപനം,
മുഖമാസികയുടെ ആമുഖം എത്രയോ തവണ വെട്ടാറുണ്ട്, ചുരുട്ടിക്കൂട്ടി എഴുതാറുണ്ട്. പ്രസംഗം ചുരുട്ടിക്കൂട്ടി എഴുതാൻ പറ്റില്ല, ചുരുട്ടിക്കൂട്ടി കളയാനും പറ്റില്ല. പ്രയോഗിക്കപ്പെട്ടൊരു വാക്ക് തിരിച്ചെടുക്കാനും ആകില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സമചിത്തതയോടെയും എന്നാൽ നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ഏതുവരെ എത്തും നമ്മുടെ വർത്തമാനം എന്നുള്ളതിനെക്കുറിച്ച്, എന്താണ് നമ്മുടെ പോയിന്റ്, എന്താണ് ആളുകളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും എഴുതി തയ്യാറാക്കി പ്രസംഗം ഞാൻ വായിക്കാറില്ല, അതിനെക്കൊണ്ട് സാധ്യമല്ല. എഴുതിയൊക്കെ നോക്കും, കേൾക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാണ്. അതാണ് നേരത്തെ കാവ്യ പറഞ്ഞത്. എഴുതിയൊക്കെ നോക്കും. ഒരുപാട് തവണ ന്യൂസ് സ്റ്റുഡിയോയിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട് ഈ നവകേരള സദസ്സിൽ നമ്മൾ മന്ത്രിമാരുടെ പക്ഷേ പ്രസംഗം. കാവ്യ, ഒരു കാര്യം, നവകേരള സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായി ശരത്തും അനുവൊക്കെ കൂടി നിർവഹിച്ചൊരു കാര്യം കാഴ്ചയ്ക്കകത്ത് ഉൾക്കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. കാഴ്ച എല്ലാവർക്കും കാണാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഉൾക്കാഴ്ചകൾ കാണുക കുറച്ച് ശ്രമകരമായ പ്രശ്നമാണ്. രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയാൽ വിടാതെ രണ്ടുപേര് പിന്തുടരും, 2 ക്യാമറ കണ്ടുകൾ. വലിയ ആഘോഷമായിരുന്നു സത്യത്തിൽ. ഒരു നമ്മളെടുക്കുന്ന ഒരു വലിയ സ്ട്രെയിന് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഈസിയായി ഔപചാരികതകളില്ലാതെ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഔപചാരികതയായി ഇത്ര മിനിറ്റ് ഇത്ര സമയം മറ്റതില്ലല്ലോ. അതിനിടയ്ക്ക് PCR എന്ന് മനു പറയുന്നുണ്ട്, ഇന്ന് രാവിലെ ഇവരിങ്ങനെ നടന്നു പക്ഷെ മിനിസ്റ്റർ കണ്ടില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതെ അതെ, ഈ 2 കാനസാവന്റെ നിര്യാണത്തെ തുടർന്ന് രാവിലെ കൈരളി മറൈൻ ഡ്രൈവിൽ നടന്നപ്പോൾ ആദ്യത്തെ വിളി വന്നു ശരത്തിന്റെ. ഞാൻ തൃശ്ശൂർ നടക്കുകയായിരുന്നു, അപ്പോൾ മറൈൻ ഡ്രൈവിൽ മനു ഞാനും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ അത് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ, രാവിലെ ഞങ്ങൾ മോർണിംഗ് ഷോ ഇവിടുന്ന് ചെയ്യുമ്പോൾ കോഴിക്കോട്ടെ ടീമിൽപ്പെട്ട പ്രസംഗ മത്സരത്തിന് വന്ന ദേവികയോട് സംസാരിച്ചു. അപ്പോൾ ദേവിക ഞാൻ പറഞ്ഞു, ഞാനൊരു വിഷയം തരട്ടെ. സ്പോട്ടിലൊരു വിഷയം കൊടുത്തു, മറ്റേത് 5 മിനിറ്റെങ്കിലും ഉണ്ട്. സ്പോട്ടിൽ ആ വിഷയം കൊടുത്തപ്പോൾ ആ മിടുക്കി ഗംഭീരമായി പ്രസംഗിച്ചു. കൊടുത്ത വിഷയം നവകേരള സദസ്സായിരുന്നു. അപ്പോൾ കുട്ടികൾ, പുതിയ തലമുറ എങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നു? നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര വലിയ ചർച്ചയായല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് തരുന്നതെങ്കിൽ ആ കേരളത്തെക്കുറിച്ച് നേതൃത്വത്തിലുള്ള അവതരണകാരവും നവകേരളായിരുന്നു. അപ്പം വളരെ വേഗം ആ കുട്ടി 5 മിനിറ്റ് പോലും എടുക്കാതെ ആ നവകേരള സദസ്സിൻ്റെ ഒരു മെസ്സേജിലേക്ക് വളരെ ചുരുക്കം വാക്കുകളിലൂടെ, എന്നിട്ട് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞല്ലോ അതിലേക്ക് അങ്ങ് ചുരുങ്ങി വന്നു. ആ രീതിയിൽ പുതിയ തലമുറ വളരെ ശക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു അനുഭവമാണ് ഞാൻ പറയുന്നതെങ്കിൽ മിനിസ്റ്ററുടെ ഒരു അനുഭവം എന്താണ്? തീർച്ചയായിട്ടും നവകേരള സദസ്സ് കലോത്സവത്തിന് അതിൽ ചെയ്യാവുന്ന ഒരു ചുമതലയുണ്ട്. ആ ചുമതല ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, മക്കളെ മനുഷ്യരാക്കുക എന്നൊരു കടമ നിറവേറ്റാൻ ഇപ്പോൾ ഉണ്ട്. സാധാരണ നിലയിൽ പ്രിയപ്പെട്ട രവീന്ദ്ര മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വന്നപ്പോൾ സാധാരണ നിലയിൽ ഭൗതിക മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനാണ് പറയുക. കെട്ടിടം, നല്ല ഭംഗിയുള്ള കെട്ടിടം, അതിൻ്റെ സംവിധാനം. സാധാരണ സ്കൂളിൽ പോയാൽ അവിടെ പഠിച്ചിരുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തയ്യാറാക്കി വിശദാംശങ്ങൾ തരും. പക്ഷേ രവീന്ദ്ര മാഷ് കുറച്ചുകൂടി കടന്നു പറഞ്ഞു, അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. അതായിരുന്നു കേരളത്തിലെ അടിസ്ഥാന ശിലയുണ്ടാക്കിയത്, കേരളത്തിൻ്റെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആളുകൾ എന്ത് പറയും, ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം A+ കിട്ടും. 3 വർഷം കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും A+. അപ്പോൾ ഹൈസ്കൂളുകാർ 3 വർഷം കൊണ്ട് ഞങ്ങൾക്കെല്ലാം A+. ഞാൻ 42 സ്കൂളിലെയും ഇത് വായിച്ചു. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്ന യോഗത്തിൽ A+ കേട്ട് മടുത്ത് ഒരു LP സ്കൂളിൽ പോയി. ഇവിടെ കുഴപ്പമുണ്ടാവില്ലല്ലോ, A+ ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ടീച്ചർ പറയുക, ഇവിടെ പഠിച്ചു പോയ കുട്ടി ഏത് സ്കൂളിൽ പഠിച്ചാലും അവിടെ A+ കിട്ടും, അപ്പോഴും A+ ആണ്. യഥാർത്ഥത്തിൽ A+ ഒരു അളവുകോലാണ്, റാങ്ക് മാറ്റി കുട്ടികളുടെ വിവരം അളക്കാനുള്ള ഒരു സൂചികയാണ്. പക്ഷേ മനുഷ്യരാക്കുക എന്നുള്ളതാണ് മക്കളെ നിർവഹിക്കേണ്ട കടമ. സാധാരണ ചോദിക്കുമ്പോൾ IFS, IPS, IAS, IRS ഇങ്ങനെ പോകും. അതൊക്കെ അവരാകും, കാരണം സംസ്ഥാന ഗവൺമെൻറ് എല്ലാ സാഹചര്യവും ഒരുക്കുകയാണ്. ഇനി പുറത്തു പോകണ്ട പിന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, ലോകം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാവുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളം മാറുകയാണ്. അതവർ ചെയ്തോളും. അവർക്ക് ചെയ്യാൻ പണം ഒരു മാനദണ്ഡമേ അല്ല, തുറന്നു കിടക്കും. പക്ഷെ മനുഷ്യരാക്കണം. ഹോമോസാപ്പിയൻസിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമ സിദ്ധാന്തം കേന്ദ്ര ഗവൺമെൻറ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ആ സിദ്ധാന്തം പഠിപ്പിക്കുക മാത്രമല്ല, കലോത്സവങ്ങളിലൂടെ എങ്ങനെ മനുഷ്യനാകണം എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന കടമയാണ് സംസ്ഥാന സർക്കാർ നിറവേറ്റുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് കലോത്സവത്തിൽ വരുന്നവരും കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകളിലൂടെ ഇത് കാണുന്നവരും മക്കളെ മനുഷ്യരാക്കാനുള്ളൊരു യജ്ഞത്തിലേക്ക് പോയില്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിനുണ്ടാകും. ഈ കലോത്സവം ആ വലിയ മാറ്റത്തിൻ്റെ അടിസ്ഥാന ശിലമാകും. അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിന്. നമുക്കപ്പോൾ അവസാനം